ഹായ് നമസ്തേ നമസ്കാരം. നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഐസ് ഫ്രൂട്ട് ഇഷ്ടമല്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്നാൽ വാട്ടർമെലൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഐസ് ലോലി അല്ലെങ്കിൽ പോപ്സിക്കിളിന്റെ റെസിപ്പിയാണ് അമ്മ നമുക്കായി കാണിച്ചു തരുന്നത്. ഈ ഒരു ഐസ് ലോലി നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് വരെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അമ്മയുടെ ഐസ് ഫ്രൂട്ട് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ. വാട്ടർമെലൺ അല്ലെങ്കിൽ തണ്ണിമത്തൻ ഇതുപോലെ ഒരു 10 പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത ചുമന്ന കളറുള്ള വാട്ടർമെലൺ നോക്കിയെടുത്താൽ നന്നായിരിക്കും. ഇതിപ്പോൾ ഞാനൊരു സീവിൽ കൂടി തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ജ്യൂസൊക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാം. ഇതുപോലെ മുഴുവൻ ജ്യൂസും ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 ലിറ്റർ ജ്യൂസ് ഉണ്ട് കേട്ടോ. ഇതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. എല്ലാം കൂടി കട്ടയില്ലാതെ മിക്സ് ആക്കിയ ശേഷം ഫ്ലെയിം ഓൺ ആക്കാം. വളരെ ചെറിയ തീയിൽ വെച്ച് ഒന്ന് ജസ്റ്റ് തിളയ്ക്കണം, അത്രേ വേണ്ടൂ. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നങ്ങ് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഈ ഒരു പരുവം എത്തിയാൽ ഫ്ലെയിം ഓഫാക്കാം. ഞാൻ പറഞ്ഞതുപോലെ കൂടുതലിട്ട് തിളപ്പിക്കണ്ട. ഇനി ഇത് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നന്നായിട്ട് ആറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ശേഷം മോൾഡിലേക്ക് ഒഴിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കണം. ഐസ് സ്റ്റിക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറം ഒന്ന് ഫോയിൽ പേപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഫോയിൽ മാറ്റിയ ശേഷം മിക്സ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫോയിൽ ഇതിൻ്റെ പുറത്തായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ആ പോപ്സിക്കിളിൻ്റെ സ്റ്റിക്ക് ഓരോ റൗണ്ടിൻ്റെയും സെൻറ്ററിലാക്കി വെച്ച് കൊടുക്കാം. ഇതിനെ നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കാം. ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രീസറിൽ വെക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ഇത് സെറ്റായി കിട്ടുള്ളൂ. നമ്മുടെ ഐസ് ലോലി അല്ലെങ്കിൽ നമ്മുടെ ഐസ് സ്റ്റിക്കൊക്കെ നന്നായിട്ട് ഫ്രീസായി കിട്ടിയിട്ടുണ്ട്. ഫോയിൽ പതുക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി മോൾഡിൽ നിന്ന് ഒന്ന് വിട്ട് കിട്ടാനായിട്ട് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ 2 ഗ്ലാസ്സിൽ ഞാൻ ഒഴിച്ച് ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തതാണ് കേട്ടോ. നല്ല ഒരു സൂപ്പർ ഐസ് ഫ്രൂട്ടാണ്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. ഈ ഐസ് ഫ്രൂട്ടൊക്കെ കഴിക്കുമ്പോൾ ഒത്തിരി നൊസ്റ്റാൾജിയാണ് കേട്ടോ. എൻ്റെ ചെറുതിലേ ഇതുപോലെ സൈക്കിളിൽ മണി അടിച്ചുകൊണ്ട് വരുമായിരുന്നു ഐസ് ഫ്രൂട്ടും കൊണ്ട്. അത് പണ്ട് സേമിയയുടെ ഫ്ലേവർ, മുന്തിരി ഫ്ലേവർ, ഓറഞ്ച് ഫ്ലേവർ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ. ഇപ്പോൾ അത് കാണാനില്ലല്ലോ നമ്മുടെ നാട്ടിലൊന്നും. അപ്പോൾ ഈ പാത്രം കൊണ്ട് പോയി വീട്ടിലെല്ലാവർക്കും വേണ്ടി ഐസ് ഫ്രൂട്ട് മേടിച്ചുകൊണ്ട് വരുന്നത് ഞാനായിരുന്നു. ആ ഒരു ഐസ് ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ പറയുമ്പം തന്നെ വായി വെള്ളം വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു വാട്ടർമെലൺ ഐസ് ഫ്രൂട്ടും വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കുമൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നമ്മുടെ ഐസ് ലോലിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് എഴുതാൻ മറക്കരുത്. കൂട്ടത്തിൽ ഇതിലൊരു ഐസ് ഫ്രൂട്ട് നിങ്ങൾക്കും കഴിക്കാം കേട്ടോ. കറി വിത്ത് അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ അമ്മയുടെ എല്ലാ റെസിപ്പീസും ഈ ചാനലിൽ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഞങ്ങളുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വയം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്സും എല്ലാം ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി ഞങ്ങളെ അറിയിക്കുക. ആ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരിക. അപ്പം മറ്റൊരു റെസിപ്പിയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും സീ യു, ടാറ്റ, ഗുഡ് ബൈ.